സ്കിന്നിന് കരിവാളിപ്പാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അത് മാറ്റാനുള്ള ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരട്ടെ. കരിവാളിപ്പ് മാറ്റിയതിന് ശേഷം സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ഇവിടെ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത്. കണ്ടോ എന്താണ് സംഭവം എന്ന് പറയാം. മുഖം വെട്ടിത്തിളങ്ങാൻ വേണ്ടി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? കെമിക്കൽ പ്രോഡക്റ്റുകൾ മേടിച്ച് മുഖത്ത് തേക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ മുഖത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഗ്ലോയിങ് നശിപ്പിക്കാതെ എപ്പോഴും നമ്മുടെ മുഖത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്നത് പണ്ട് തൊട്ടുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത് പ്രകൃതിദത്തമായ കാര്യമാണ്. ഇന്നത്തെ ജനറേഷൻ എപ്പോഴും കെമിക്കൽ പ്രോഡക്റ്റുകളുടെ പുറകിന് പോകുന്നതുകൊണ്ടാണ് സ്കിന്നിന് ദോഷം വരികയും ഹെൽത്ത് ഇഷ്യൂസ് പല രീതിയിലും പലർക്കും ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ മുഖത്തിന്റെ തിളക്കം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാനും ടാനും പിഗ്മെന്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മുഖത്ത് നിന്ന് ഇല്ലാതാക്കി സ്കിന്നിനെ നല്ല രീതിയിൽ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പാക്ക് തയ്യാറാക്കാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിന് നല്ല പോലെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പാക്കാണ് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായും നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മാറ്റിയെടുത്ത് നിങ്ങളുടെ സ്കിന്നിനെ തിളക്കം വെപ്പിക്കാൻ സാധിക്കുന്നതാണ്. കൂട്ടുകാരെ, നമുക്ക് എന്തായാലും സമയം കളയാതെ തന്നെ ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ചേഞ്ചസും നമുക്ക് കാണാം. നമുക്ക് വേണ്ടത് പാക്ക് തയ്യാറാക്കാൻ ഉഴുന്ന് വേണം കേട്ടോ. ഞാനിവിടെ ഉഴുന്ന് എടുത്തു വെച്ചിരിക്കുന്നത് 5 ടേബിൾ സ്പൂണോളമാണ് ഉഴുന്ന് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു 4 മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്നത് 2.5 ടേബിൾ സ്പൂണാണ് ഉഴുന്ന് എടുക്കുന്നത്. ഇനി ഈ ഒരു ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ചോറ്, നല്ലപോലെ വേവിച്ച ചോറ് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഉപ്പിടാതെ വേവിച്ച ചോറാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ചോറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നോർമൽ റൈസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് റോസ് വാട്ടറാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ചേർത്തിട്ട് നല്ല പോലെ ഇത് അരച്ചെടുക്കണം. അങ്ങനെ അരച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് മുഖത്ത് പിന്നീട് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചും കൂടി അരയാനായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒന്നും കൂടി അരച്ചപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റണം. ഞാനിപ്പോൾ ആ അരച്ച് വെച്ചേക്കുന്നതിനകത്തുനിന്ന് 2.5 ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റുന്നുണ്ട്. ബാക്കി മിക്സിയിലിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു അരച്ചതിനകത്തേക്ക് അടുത്തത് ചേർക്കാൻ പോകുന്നത് കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഈ കടലമാവിൻ്റെ പൊടിയാണെങ്കിലും ഉഴുന്നാണെങ്കിലും നമ്മുടെ വേവിച്ച ചോറാണെങ്കിലും ഒക്കെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനുണ്ടാവുന്ന ചുളിവ് മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും ടാൻ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് റോ മിൽക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ചേർക്കും, ലെമൺ ജ്യൂസ്. ഞാനിവിടെ ലെമൺ ജ്യൂസ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അരമുറി ലെമൺ ജ്യൂസ് ചേർത്താൽ മതിയാകും. ഇപ്പം ഞാൻ ജ്യൂസായിട്ട് ഉള്ളത് കൊണ്ട് ഞാനത് 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അരമുറിയാണ് നമുക്ക് ചേർക്കേണ്ടത്. അങ്ങനെ അത് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫേസിലാണ് ഇട്ട് കാണിക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. കയ്യിലും കാലയിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ, ടാനൊന്നും ഏൽക്കാതെ, പിഗ്മെൻറ്റേഷൻ ഒന്നും വരാതെ, ചുളിവൊന്നും വരാതെ സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. അങ്ങനെ ഇട്ടിട്ടുണ്ട്. 3 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തിട്ട് മുഖത്ത് നിന്ന് തുടച്ച് മാറ്റാവുന്നതാണ്. ഞാൻ തുടച്ച് മാറ്റുകയാണ്. ലൈവ് ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? നല്ല പോലെ സ്കിന്നിന് മാറ്റവും നിങ്ങൾ കണ്ടോ? സ്കിന്നിന് തിളക്കം നൽകാൻ വേറെ എന്ത് വേണം മക്കളെ? ഇതൊന്ന് ചെയ്തു നോക്ക്. ഞാനൊരു തുണിയുടെ വെച്ച് സ്കിന്നിൽ നിന്ന് അതും തുടച്ച് മാറ്റിയിട്ടുണ്ട്. സ്കിന്നിൻ്റെ മാറ്റം കണ്ടോ? അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ.
കണ്ടല്ലോ ആ ഒരു പാക്ക് തയ്യാറാക്കിയതൊക്കെ. നിങ്ങളുടെ സ്കിന്നിന് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും എപ്പോഴും നല്ലത് പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഈ പാക്ക് എന്തായാലും ഉപയോഗിച്ചിട്ട് എന്താണ് സ്കിന്നിന്റെ മാറ്റം എന്നുള്ളത് വന്ന് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പാക്ക് ഉപയോഗിച്ചിട്ട് എന്താണ് സ്കിന്നിന്റെ മാറ്റം എന്നുള്ളതും വന്ന് പറയണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.